പ്രിയ ബഹുമാനപ്പെട്ട ഇടവക വികാരി ജോയേച്ച, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ബ്രദേഴ്സ്, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട ഈ ഇടവകയിലെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, യുവജനങ്ങളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹിതരെ, ഇന്ന് ഭാരതസഭയെ സംബന്ധിച്ച് ആനന്ദത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റേതുമായ ഒരു സുദിനമാണ്. നമ്മുടെ സ്വർഗീയ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനവും ഇന്ന് ആഘോഷിക്കുന്നു. എല്ലാവർക്കും ഈ പുണ്യദിനത്തിൻ്റെ സ്നേഹാശംസകൾ ഏറ്റവും ഹൃദ്യമായി ഞാൻ നേരുന്നു. സ്വർഗോന്മുഖമായി ജീവിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. അവൾ ചെന്നിടമൊക്കെ സ്വർഗമായി മാറിയെന്ന് വചനം നമ്മോട് പറയുന്നു. മനോഹരമായ ഒരു ഗാനത്തിൻ്റെ ഈരടികൾ പോലെ ആകാശമായി മാറിയ അവൾ സൂര്യനെ ഉടയാടയാക്കി, ചന്ദ്രനെ പാദപീഠമാക്കി, സ്വർലോകരാജ്ഞിയായി അവരോധിക്കപ്പെട്ട പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോഹണ തിരുനാളാണിന്ന്. ദൈവത്തിൻ്റെ ഹിതത്തോട് ചേർന്ന് ജീവിക്കുന്നവരെ ദൈവം ഉയർത്തുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മറിയത്തിൻ്റെ സ്വർഗാരോപണം. ദൈവത്തിൻ്റെ എല്ലാവിധ കൃപകളും ഒഴുകിയ ആ ജീവിതം ദൈവം സ്വർഗത്തിലേക്ക് ഉയർത്തി. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ അവളുടെ ജീവിതം പുണ്യങ്ങളാൽ അലങ്കൃതമായിരുന്നു. സ്വർഗം അവളെ സംബോധന ചെയ്യുന്നത് കൃപ നിറഞ്ഞവളെ എന്നാണ്. ലൂക്കാസ് സുവിശേഷത്തിൽ 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അതാണ്. കേവലം ഒരു ഗ്രാമീണയായ പെൺകുട്ടിയെ സ്വർഗം അവളുടെ മുൻപിൽ ആദരവോടുകൂടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, നീ കൃപ നിറഞ്ഞവളാണ്, നന്മ നിറഞ്ഞവളാണ്. മറിയത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ ഉറ്റുനോക്കുമ്പോൾ അനേകം പുണ്യങ്ങൾ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. ആ പുണ്യങ്ങളെയെല്ലാം വിശദമായി ധ്യാനിക്കുവാനോ അതിനെക്കുറിച്ച് പറയുവാനോ നമ്മുടെ സമയം പോരാ. ദൈവം അവൾക്ക് നൽകിയ മനോഹരമായ ജീവിതം എത്ര ധന്യമായിട്ടാണ് അവൾ ജീവിച്ചത് എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകതയെക്കുറിച്ച് മാത്രം നിങ്ങളോട് പങ്കുവയ്ക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മറിയത്തിൻ്റെ വചനബദ്ധമായ ജീവിതത്തെക്കുറിച്ച്. ദൈവവചനവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട ഒരു ജീവിതമാണല്ലോ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റേത്. ആ അമ്മയുടെ ജീവിതത്തിൽ വചനത്തെ സ്വീകരിച്ചുകൊണ്ട്
ആ വചനം മാംസമാകുമ്പോൾ വചനം തൻ്റെ ജീവിതത്തിൽ എല്ലാമാണ് എന്ന് അവൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഒന്നാമതായി അവളുടെ ജീവിതം വചനമനുസരിച്ച ജീവിതമായിരുന്നു. ദൈവത്തിൻ്റെ പുത്രന് ജന്മമേകാനുള്ള മറിയത്തിൻ്റെ സമ്മതമാരായുന്ന നിമിഷം ജീവിതത്തിൽ ഉണ്ടാകാവുന്ന വിഷമകരമായ അവസ്ഥകളെക്കുറിച്ച് അധികം ചിന്തിക്കാതെയാണ് അവൾ മറുപടി പറയുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ലൂക്കാസ് സുവിശേഷകൻ തൻ്റെ 1-ാം അധ്യായം 38 അത് മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് വിശ്വോത്തരമായ ഒരു സമ്മതമാണ്, ഒരു ശ്രേഷ്ഠമായ സമ്മതമാണ് മറിയം നൽകുന്നത്. വചനത്തോടുള്ള അമ്മയുടെ പ്രതിബദ്ധത വ്യക്തമാക്കുന്ന വളരെ അർത്ഥവത്തായ രംഗമാണിത്. ഒരു ദേവാലയ അന്തരീക്ഷത്തിൽ ബാല്യകാലം ചെലവഴിച്ച പരിശുദ്ധ കന്യകാമറിയം ദൈവവചനത്തിൻ്റെ അകമ്പടിയോടെ വളർന്നു വന്നു. അവൾ ഈ സമ്മതം നൽകുമ്പോൾ ദൈവത്തിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കട്ടെ എന്ന് സമ്മതം നൽകുന്ന ആ നിമിഷത്തെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, മക്കളെ, നാം ചിന്തിച്ചു നോക്കണം, നാം ആരുടെ ഹിതമാണ് നിറവേറ്റുന്നത്? നമ്മുടെ ഇഷ്ടം നിറവേറ്റുവാനും നമ്മുടേതായ ചിന്താഗതികൾ ശരിയാണെന്ന് സ്ഥാപിക്കുവാനും നാം ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ പലപ്പോഴും നാം നിരാകരിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവിഷ്ടം എന്താണെന്ന് ഓരോ ദിനവും തിരിച്ചറിയുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. വചനമനുസരിച്ച് ജീവിച്ച പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയായി നൽകുമ്പോൾ ദൈവത്തിൻ്റെ തിരുവിഷ്ടം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമൂഹത്തിൽ നിവൃത്തിയാകുന്നതിന് വേണ്ടി ഞാൻ വൈയക്തികമായിട്ട് പരിശ്രമിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മശോധന ചെയ്യണം. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിച്ച പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിൽ കാണുന്ന രണ്ടാമത്തെ വചനത്തോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗം, അവൾ വചനം പങ്കുവയ്ക്കുന്ന ജീവിതശൈലിയുടെ ഉടമയായിരുന്നു എന്നതാണ്. ആ ഭാഗമാണ് വളരെ മനോഹരമായിട്ട് ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ ആലപിച്ച് കേട്ടത്. ലൂക്കാസ് സുവിശേഷകൻ തൻ്റെ 1-ാം അധ്യായം 46 തുടങ്ങി 55 വരെയുള്ള തിരുവചനങ്ങളിലൂടെ നമ്മോട് പങ്കുവയ്ക്കുന്ന ഭാഗത്തെക്കുറിച്ചാണ് ഈ രണ്ടാമത്തെ ഭാഗം നാം ചിന്തിക്കുന്നത്. ദൈവദൂതനിൽ നിന്ന് തൻ്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഗർഭിണിയാണെന്നറിഞ്ഞ് അവളെ ശുശ്രൂഷിക്കാൻ അയൻകാര്യം എന്ന സ്ഥലത്തേക്ക് ദുർഘടമായ വഴികൾ കടന്ന് എത്തുന്ന പരിശുദ്ധ അമ്മ, തികച്ചും ആത്മീയമായ ഒരന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന കുടുംബം, ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന രണ്ടമ്മമാര് കണ്ടുമുട്ടുന്ന അവസരം. ദൈവത്തിൻ്റെ അമ്മയായി കണ്ട് എലിസബത്ത് അവളോട് പറഞ്ഞതെന്താണെന്നോ, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അവളുടെ ജീവിതത്തിലെ ഒരുപക്ഷെ
വേദനപ്പെടുത്തുന്ന ഒരു അനുഭവം വച്ചുകൊണ്ടാണ് അവളത് പറയുന്നത്. തൻ്റെ ഭർത്താവ് സക്കറിയ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചില്ല. അതുകൊണ്ട് അവന് സംസാരശക്തി നഷ്ടപ്പെട്ട് ആ ഭവനത്തിലായിരിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് എലിസബത്ത് പറയുന്നത്, നീ കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചതിനാൽ ഭാഗ്യവതിയായി തീർന്നിരിക്കുന്നു. അതിന് മറുപടിയായി മറിയം പറഞ്ഞവയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. മറിയത്തിൻ്റെ സ്തോത്രഗീതമെന്ന് സുവിശേഷകൻ പറയുന്ന ഈ ഭാഗം ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളെയും, ചരിത്രത്തിൽ ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ എല്ലാ കരുത്തുറ്റ സഹായത്തെയും ധന്യമായ ഓർമ്മകളോടെ വിളിച്ചു പറയുന്ന പരിശുദ്ധ കന്യകാമറിയം. പഴയ നിയമ പുസ്തകത്തിൽ അമ്മയ്ക്ക് പരിചിതമായ സംഭവങ്ങൾ അമ്മ ഓർക്കുകയും അത് പങ്കുവയ്ക്കുകയാണ് പ്രിയമുള്ളവരെ അമ്മ ചെയ്യുന്നത്. അമ്മ പെട്ടെന്ന് പറയുന്നതല്ല, അവൾ പഠിച്ച, അവൾ മനസ്സിലാക്കിയ, തൻ്റെ ബാല്യകാലം മുതൽ അവൾ അനുഭവിച്ചു വന്ന ദൈവത്തിൻ്റെ വചനമാണ് അവൾ അവിടെ പങ്കുവയ്ക്കുന്നത്. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 1 സാമുവേൽ 2 അധ്യായം 1 തുടങ്ങിയുള്ള തിരുവചനങ്ങൾ ഇതിനടിസ്ഥാനമാണ് അമ്മയുടെ സ്തോത്രഗീതത്തിന്. സാമുവേലിനെ തൻ്റെ ജീവിതത്തിലെ ഒരു അനുഗ്രഹമായി ഹന്നായ്ക്ക് ലഭിക്കുമ്പോൾ ഹന്ന ദൈവസന്നിധിയിൽ വിനയപ്പെടുകയും ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്ന നന്മകളെയും കാരുണ്യത്തെയും ഓർത്ത് അവൾ ദൈവത്തെ പ്രകീർത്തിക്കുന്നതാണ് 1 തുടങ്ങി 10 വരെയുള്ള വാക്യങ്ങളിൽ സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ആ വചനഭാഗം പരിശുദ്ധ കന്യകാമറിയം ഹൃദിസ്ഥമാക്കിയിരുന്നു. അവളത് പഠിച്ചിരുന്നു, അതിനെക്കുറിച്ച് ധ്യാനിച്ചിരുന്നു. അത് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കടന്നു വന്നപ്പോൾ ആ മനോഹരമായ കീർത്തനം അമ്മ ഓർക്കുകയും അവൾ എലിസബത്തുമായി ആ വചനം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. നാം വചനം വായിക്കാനും പഠിക്കാനും അത് പങ്കുവയ്ക്കുവാനും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് ഈ ദിനം നമ്മോട് പറയുന്നു. ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയും തൻ്റെ ജീവിതത്തിലെ ദൈവാനുഭവം, ദൈവത്തിൻ്റെ വചനം തൻ്റെ കുടുംബാംഗങ്ങളോട്, ചുറ്റുമുള്ളവരോട്, കണ്ടുമുട്ടുന്നവരോട് പങ്കുവയ്ക്കുവാനുള്ള ഒരു മിഷൻ ദൗത്യമുണ്ട് എന്ന് പരിശുദ്ധ അമ്മയുടെ ഈ പങ്കുവയ്ക്കലിലൂടെ നാം മനസ്സിലാക്കുന്നു. മതബോധന ക്ലാസ്സുകളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, ബൈബിൾ കൺവെൻഷനുകളിൽ, ധ്യാന യോഗങ്ങളിൽ എല്ലാം നമ്മൾ കേൾക്കുന്ന, നാം മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നാം സ്വീകരിച്ച ദൈവത്തിൻ്റെ വചനം നമ്മുടെ സ്വന്തമായി മൂടി വയ്ക്കുവാനുള്ളതല്ല പ്രിയമുള്ളവരെ. ആ വചനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഈ നിമിഷം കർത്താവ് നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നു. വചനബദ്ധമായ ജീവിതം നയിച്ച പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നാം കാണുന്നു, വചനമനുസരിക്കാൻ ഏവരെയും പ്രേരിപ്പിക്കുന്ന വ്യക്തിത്വമായിരുന്നു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റേത്. ഒന്നാമത്തേത്, അവൾ വചനം അനുസരിച്ചു. രണ്ടാമതായി, അവൾ വചനം പങ്കുവച്ചു. മൂന്നാമതായി, അവൾ വചനം അനുസരിക്കുവാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നു.
യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കാനായിലെ വിവാഹാഘോഷത്തെക്കുറിച്ചുള്ള അതിമനോഹരമായ വിവരണം നാം കാണുന്നു. കാനായിലെ ആ വിവാഹാഘോഷ അവസരത്തിൽ ആ ഭവനത്തിലെ കുറവ് മറ്റാരും പറയാതെ മനസ്സിലാക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുന്നു. അതിന് പരിഹാരം കാണുവാൻ ശ്രമിക്കുന്ന അമ്മ പരിഹരിക്കുന്നതിന് ദൈവസന്നിധിയിൽ തന്നെയാണ് അണയുന്നത്. അവൾ തൻ്റെ തിരുക്കുമാരനോട് അവരുടെ ആ പരിമിതമായ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞു. താൻ പറയുന്നത് അനുസരിക്കുവാനല്ല, തൻ്റെ മകൻ ദൈവപുത്രൻ ദൈവം നമ്മോട് പറയുന്നത് കേൾക്കണമെന്ന മറിയത്തിൻ്റെ വചനം ആഴത്തിൽ നമുക്ക് നൽകപ്പെടുന്ന ഒരു സന്ദർഭം. യോഹന്നാൻ 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ അമ്മ പറഞ്ഞ ആ വചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. അവൻ പറയുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എൻ്റെ ഇഷ്ടമനുസരിച്ചോ എൻ്റെ വാക്കുകൾ കേട്ടോ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചോ അല്ല ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത്. പിന്നെയോ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് ചെന്ന് ദൈവം നിങ്ങളോട് ഉരുവിടുന്നത് എന്താണെന്ന് ശ്രവിക്കുകയും അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുവൻ. പ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ സീനായ് മലയിൽ വെച്ച് മോസസിലൂടെ ദൈവജനമായ ഇസ്രായേലിനും പുതിയ ഇസ്രായേലായ നമുക്കും ദൈവം നൽകിയ അവിടുത്തെ തിരുവചനങ്ങളാണ്. 10 കൽപ്പനകൾ പോലെ തന്നെ തിരുസഭയുടെ 5 കൽപ്പനകൾ, സഭാപിതാക്കന്മാരുടെ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, ഇവയെല്ലാം അനുസരിക്കുവാനും പാലിക്കുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ ഇഷ്ടമനുസരിച്ചല്ല, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച്, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ക്രൈസ്തവരായ നമുക്ക് ഏറ്റവും വലിയ മാതൃകയായി നിൽക്കുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്. തൻ്റെ മകനാണെന്ന് പോലും ചിന്തിക്കാതെ അവനിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവിടത്തെ അനുസരിക്കുവാൻ അമ്മ കാണിച്ച ആ വലിയ മനസ്സ് നമുക്കുണ്ടാകണം. അങ്ങനെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ അമ്മയുടെ വചനബദ്ധമായ ജീവിതത്തിൻ്റെ നിർമ്മലമായ ഭാവങ്ങൾ ഉൾക്കൊള്ളുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് പരിശ്രമിക്കാം. അതിന് കർത്താവ് നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.